വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്കായി കേരള PSCയും സെൻട്രൽ ഗവൺമെൻറ്റും ചേർന്ന് വിളിച്ചിട്ടുള്ള എക്സാമുകളെ പറ്റിയും ഇനി വിളിക്കാൻ പോകുന്ന എക്സാമുകളെ പറ്റിയും അതിന് പ്രിപ്പയർ ചെയ്താൽ എത്രമാത്രം ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. കേരള PSC റീസെൻ്റായിട്ട് വിളിച്ചിട്ടുള്ള എക്സാമുകളാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD, അതുപോലെ തന്നെ PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഓവർസിയർ ഗ്രേഡ് 1, അതുപോലെ തന്നെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോളിടെക്നിക്. ഈ 3 നോട്ടിഫിക്കേഷൻസ് PSC ഓൾറെഡി പുറത്ത് വിട്ട 3 നോട്ടിഫിക്കേഷൻസ് ആണ്. അതിൽ 2 എണ്ണത്തിൻ്റെ എക്സാം ഡേറ്റുകളും വന്നു. അപ്പോൾ പലരും അത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ ഇനി ആ ഒരു 90 ഡേയ്സിൽ താഴെയുള്ള ആ ഒരു ലിമിറ്റഡ് പീരീഡിൽ നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻസ് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ കാറ്റഗറി നമ്പറും അതിൻ്റെ എക്സാം സ്ലോട്ടുകളും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാം സ്ലോട്ട് നോക്കുവാണെങ്കിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWDയുടെ എക്സാം ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞതാണ്. 29/7/2025 അതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, നമ്മൾ ഏവരും കാത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ്. അതിൻ്റെ ഡേറ്റും വന്നിട്ടുണ്ട് 29/8/2025. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ഡേറ്റ് സെപ്റ്റംബർ നവംബർ ആ ഒരു പീരീഡിൽ നടക്കുമെന്ന് നമ്മുടെ കലണ്ടറിലും പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 എക്സാമാണ് ഇപ്പം കറൻ്റ്ലി PSC പുറത്ത് വിട്ടിട്ടുള്ള 3 എക്സാമുകൾ. അപ്പോൾ ഈ PSC എക്സാംസിൻ്റെ സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് ഇതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ പറയുന്നത് നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWDയുടെ ആ ഒരു സ്കെയിൽ ഓഫ് പേ കൊടുത്തേക്കുന്നത് നോക്കുക. ഒരു 1 lakh എബോവ് വരെയാണ് അതിൻ്റെ ഒരു സ്കെയിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞേക്കുന്ന വേക്കൻസീസ് 2 ഉള്ളൂ. അപ്പോൾ എക്സാക്ട്ലി അതല്ല. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ വരാൻ പോകുന്ന 3 വർഷത്തേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. അതായത് ഇനി വരുന്ന 3 വർഷത്തെയും കൂടെ വേക്കൻസീസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വേക്കൻസീസ് നെറ്റ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് 2 എണ്ണം എന്ന് പറയുന്നത് കറൻ്റ്ലി ഉള്ളതാണ്. ഇനി വരാൻ പോകുന്ന 3 വർഷത്തേക്കുള്ള വേക്കൻസീസും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ടോട്ടൽ വേക്കൻസി വരുന്നത്. അതുപോലെ തന്നെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അതിൻ്റെ വേക്കൻസീസ് കറൻ്റ്ലി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ എക്സ്പെക്റ്റഡ് വേക്കൻസീസ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത് ആ ഒരു പേ സ്കെയിൽ നോക്കിയാൽ തന്നെ ആ ഒരു ജോലിയുടെ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിമാൻഡ് നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാക്കാം. അപ്പോൾ PSCയുടെ കറൻ്റ്ലി ഉള്ള ഈ 3 പ്രധാനപ്പെട്ട എക്സാമുകൾ PWDയുടെ തന്നെ 2 എക്സാമുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ 3 ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ്സിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന 3 എക്സാമുകളാണ്. ദെൻ നമുക്ക് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി നമുക്ക് പഠിച്ചു കഴിഞ്ഞാലുള്ള അതിൻ്റെ ജോലി സാധ്യതകൾ എന്താണ്, ഈ 3 എക്സാമുകൾക്കും നമുക്ക് പഠിക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ സിലബസുകൾ വന്നിട്ടുണ്ട്. ആ സിലബസുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ 3 എക്സാമിനും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിലബസാണ്. നമ്മൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എടുത്ത് പഠിച്ചിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾ ആ സിലബസ് നോക്കുകയാണെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സിലബസാണ് ഇത് 3ൻ്റെത്. അപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് വേക്കൻസീസ് റിപ്പോർട്ടഡ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWDക്ക് 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ടോട്ടൽ അഡ്വൈസ് ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് 5/5/2025 ലാസ്റ്റ് അഡ്വൈസ് നടന്നേക്കുന്നത്. 10 അഡ്വൈസാണ് ടോട്ടൽ നടന്നിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWDക്ക് റിപ്പോർട്ട് ചെയ്തത് 1 എണ്ണമാണ്. അതുപോലെ തന്നെ ലെക്ചർ ഇൻ പോളിടെക്നിക്കിന് വെറും 12 എണ്ണമാണ്. അപ്പോൾ ടോട്ടൽ അഡ്വൈസ് നടന്നേക്കുന്നത് 97 ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡിഫറൻസ് നോക്കുക. റിപ്പോർട്ട് ചെയ്തതിൻ്റെ എത്ര ഇരട്ടിയാണ് നമുക്ക് അഡ്വൈസ് നടന്നിട്ടുള്ളത് ആലോചിക്കുക. അപ്പോൾ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു 3 വർഷത്തേക്കുള്ള കാലയളവിൽ പ്രത്യേകിച്ചും നമ്മുടെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോളിടെക്നിക്കിൽ വരാൻ പോകുന്ന വേക്കൻസീസ് വളരെ വളരെ വലുതായിരിക്കും. അപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് നമുക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്.
പക്ഷെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നല്ലൊരു വേക്കൻസി നമുക്ക് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിലും, അതുപോലെ തന്നെ PWD അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എക്സാം പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ടോട്ടൽ അഡ്വൈസ് വെച്ചിട്ട് തന്നെ കേട്ടോ, എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഓവർസിയർ ഗ്രേഡ് 1 ആ ഒരു നോട്ടിഫിക്കേഷൻ, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തത് ഒരു വേക്കൻസിയാണ്. ടോട്ടൽ അഡ്വൈസ് നടന്നേക്കുന്നത് 17 അപ്പോൾ ആ ഒരു ജോലിയുടെ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സിലബസുകൾ PSCയിൽ സൈറ്റിൽ അവൈലബിൾ ആണ്. ആ സിലബസ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാരണം പല സബ്ജക്റ്റുകളും കോമൺ ആണ്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് തന്നെ ഇപ്പോൾ നമ്മൾ സിലബസ് ഞാനിവിടെ 2 എണ്ണത്തിൻ്റെ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWDയും, ഒന്ന് ലെക്ചർ ഇൻ പോളിടെക്നിക്കിൻ്റെയും. ഇതാണ് കറൻ്റ്ലി ഇപ്പോൾ സിലബസ് വന്നിട്ടുള്ളത്. അതിൻ്റെ എക്സാം ഡേറ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ, ആ ഒരു 100 മാർക്സിൻ്റെ സ്പ്ലിറ്റപ്പ് തന്നെ നോക്കുവാണെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ സിലബസുകളും കണ്ടൻറ്റുകളും ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഒന്നിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഇപ്പം PWDയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ പ്രിപ്പറേഷൻ നോക്കുവാണെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടെ മോഡ്യൂൾസുകൾ കൂടുതലുണ്ടെന്നേ ഉള്ളൂ, കണ്ടൻറ്റുകൾ സെയിം ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക് ഡിവൈസസും അനലോഗ് സർക്യൂട്ട്സും ഡിജിറ്റൽ സർക്യൂട്ട്സും മൈക്രോ പ്രോസസ്സറും ഒക്കെ പഠിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ വരെ പഠിക്കുന്നുണ്ട്. അതേ ടോപ്പിക്കുകൾ നമ്മൾ പോളി ലെക്ചറിനകത്തും പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ PWDക്ക് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലെക്ചർ ഇൻ പോളിടെക്നിക്കിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ സിലബസ് വളരെ കോമൺ ആണ്. അതുപോലെ തന്നെ ബേസിക് കമ്മ്യൂണിക്കേഷൻ ഇവിടെയുണ്ട്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആയിട്ടാണ് 80 മാർക്സ്, ഇവിടെ 10 മാർക്സിന് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ PWDക്കകത്ത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിസം പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് വരുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടെ പഠിക്കുന്ന 1-2 മോഡ്യൂൾസേ ഉള്ളൂ നമുക്ക് PWDക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ബാക്കി കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ വളരെ കോമൺ ആണ്, സിലബസ് വളരെ കോമൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു എക്സാമാണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഓവർസിയർ. അപ്പോൾ അതും 1-2 മോഡ്യൂൾസ് മാത്രം മാറ്റി നിർത്തുവാണെങ്കിൽ ഒരു 50 to 60% സിലബസ് കോമൺ ആണ്. അപ്പോൾ ഈ 3 എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള 3 എക്സാമിൻ്റെ കാര്യമാണ് നമ്മളോട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ ഇലക്ട്രോണിക്സ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ഇത് പഠിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്, വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി ഇത് കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ ആ ഒരു ഇലക്ട്രോണിക്സ് എക്സാമുകൾ ഇവിടെ തീരുന്നില്ല. ഇനി വരാൻ പോകുന്ന എക്സാമുകളുണ്ട്. PSC മാത്രമല്ല, നമ്മുടെ UPSC അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആയിട്ട് നമുക്കിനി റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ റെയിൽവേയുടെ എക്സാം നോക്കുവാണെങ്കിൽ അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഈ സർക്യൂട്ട്സ്, അനലോഗ് സർക്യൂട്ട്സ്, ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ എത്രമാത്രം ഡെപ്തിൽ പഠിക്കുന്നോ അതേ കണ്ടൻറ്റുകൾ ഇവിടെയും നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചിട്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഈ അവസരങ്ങൾ നിങ്ങൾക്ക് മാക്സിമം ഉപയോഗിക്കാം. അപ്പോൾ ഇതിനി വരാൻ പോകുന്ന എക്സാമുകളാണ്. അപ്പോൾ ഇനി ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും ഇനി അപ്ലൈ ചെയ്യാനുള്ളവർക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള എക്സാമുകൾ, അതായത് നമ്മുടെ പോളി ലെക്ചർ ആയാലും നമ്മുടെ PWD ആയാലും, അപ്പോൾ അതിൻ്റെ സിലബസ് വെച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അത് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്കിനി വരാൻ പോകുന്ന RRBയുടെ എക്സാം ആയാലും ലോക്കോ പൈലറ്റിൻ്റെ എക്സാം ആയാലും അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം അതിനകത്ത് നമുക്ക് വരുന്നത് നമ്മുടെ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അനലോഗ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ പോർഷൻ, ഇതൊക്കെ ആയിരിക്കും അതിനകത്തും വരുന്നത്. അപ്പോൾ അതിൻ്റെ സിലബസുകൾ, പഴയ സിലബസുകൾ അവൈലബിൾ ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ സിലബസിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റിയും അല്ലെങ്കിൽ അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവർ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട കാര്യമില്ല. എല്ലാ ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്കും ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാവുന്ന എക്സാമുകളാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പം തന്നെ അത് പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് വരുന്ന എക്സാമുകൾക്ക് നല്ല മാർക്കോടുകൂടി ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പഠനം ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വിളിച്ചിട്ടുള്ള ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ PWD ഇലക്ട്രോണിക്സ്,
ഈ 2 എക്സാമിൻ്റെയും സ്റ്റഡി പ്ലാൻ ബാച്ച് അവൈലബിൾ ആണ്, അത് റണ്ണിങ്ങിലാണ്. അതേപോലെ തന്നെ ഇനി നമ്മുടെ പോളി ലെക്ചർ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ടെസ്റ്റ് സീരീസും 4200 പരം ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു ടെസ്റ്റ് സീരീസും ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇനി എക്സാം ഡേറ്റ് വരാനുള്ള നമ്മുടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ് അതിൻ്റെ കോഴ്സസും ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പറഞ്ഞ കോഴ്സുകളെ പറ്റി കൂടുതൽ അറിയാനും അതുപോലെ തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനും നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇലക്ട്രോണിക്സ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.